അങ്ങനെ നമ്മുടെ വൈജ അലീനോടും രോഹിത്തിനോടും ബബിതോടും കൃഷ്ണമോളോടും പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് അലീന പോവാതെ വരില്ല, ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് മനസ്സിലായി വൈജ മേഡം വാശിയിലാണ്, അങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ തിരിച്ച് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. തിരിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അപ്പോൾ ഇനി ഒന്നില്ലെങ്കിൽ അമ്മ ഒന്നില്ലെങ്കിൽ അലീന ചേച്ചി ആരെങ്കിലും ഒരാളെ വീട്ടിൽ പാടുള്ളൂ അല്ലേ, അതല്ലേ ഇപ്പം അമ്മയുടെ തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അതേ മോളെ ഞാൻ പോയേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറിൽ നിന്ന് അലീന ഇറങ്ങുന്നുണ്ട്. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ചോദിക്കേണ്ട ഒക്കെ ശാന്തമായില്ലേ, ഒക്കെ സമാധാനമായില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, അച്ഛാ ഈ സമാധാനം കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ, അധിക ദിവസം നീണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കയറി പോകുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മുടെ ബബിത ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ ഇനി അലീന പോയി കഴിഞ്ഞാൽ എന്താ അവിടുത്തെ പ്രശ്നങ്ങളെന്നൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ രോഹിത്ത് നമ്മുടെ അലീനോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചി മാനേജർ അച്ഛനോട് പറഞ്ഞത് ചേച്ചിയുടെ അച്ഛൻ ശരിക്കും ബാലചന്ദ്രൻ മേനോൻ അല്ല എന്നാണല്ലോ, സത്യത്തിൽ ബാലചന്ദ്രൻ മേനോൻ അല്ലേ എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ അലീന പറയേണ്ട, അല്ല എൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ മേനോൻ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ രോഹിത് ഓരോന്ന് കുത്തി ചോദിക്കേണ്ട. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ, എനിക്കും നിനക്കും തമ്മിൽ രക്തബന്ധം ഉണ്ടോയെന്നല്ലേ, ആ ഉണ്ടായി, നമ്മൾ തമ്മിൽ രക്തബന്ധം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും രോഹിത് ഇത് കേൾക്കുമ്പോൾ ഞെട്ടനുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.